നമസ്കാരം. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അല്ലെങ്കിൽ ഈ രണ്ട് രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർക്കും വലിയ ഉറക്കക്കേട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് ഇറാനിൽ നിന്നാണ് എന്നുള്ളത് കൂടിയാണ് ഈ കാര്യത്തിൻ്റെ ഒരു സവിശേഷത. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ വലിയ രീതിയിലുള്ള സൈനിക നടപടി ഇറാനെതിരെ ഈ രണ്ട് രാജ്യങ്ങളും നടത്തുമ്പോൾ തന്നെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇതോടുകൂടി ഈ യുദ്ധം അവസാനിക്കുമോ എന്നുള്ള സാധ്യത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സമ്മർദ്ദ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനായിട്ടുള്ള അവരുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സംഗതിയിലേക്ക് കടക്കാം. വലിയ രീതിയിലുള്ള ആഗോള സാമ്പത്തിക ഉപരോധം നേരിടുന്ന ഒരു രാഷ്ട്രം ആണല്ലോ നമ്മുടെ ഇറാൻ എന്ന് പറയുന്നത്. അതിൻ്റെതായ ആ ഒരു പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ ഈ സ്വന്തം സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ അവരുടെ രാജ്യം ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പണപ്പെരുപ്പമുണ്ട്. കറൻസിയുടെ മൂല്യം വല്ലാണ്ട് ഇടിഞ്ഞ് ഏതാണ്ട് പണപ്പെരുപ്പത്തിൻ്റെ തോത് 88.6%. അതൊക്കെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ആ രാജ്യത്തിന് വലിയൊരു പിടിവള്ളി വന്നിരിക്കുകയാണ്. പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇറാൻ്റെ വ്യവസായ ഖനന വ്യാപാര മന്ത്രാലയം നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ദക്ഷിണ ഖൊറേസാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ ഷാദാൻ എന്ന് പറയുന്ന ഒരു ഖനിയുണ്ട്. അവിടെ വൻ സ്വർണ്ണ നിക്ഷേപം ഇറാൻ കണ്ടെത്തിയേക്കാണ്. വൻ സ്വർണ്ണ നിക്ഷേപം എന്ന് പറഞ്ഞാൽ വമ്പൻ സ്വർണ്ണ നിക്ഷേപം ഇറാൻ കണ്ടെത്തിയേക്കാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൂടി നമ്മൾ നോക്കണം. ഇത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു അതിർത്തി പ്രദേശമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം കഴിഞ്ഞ മാസങ്ങളായിട്ടൊരു യുദ്ധത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് യുദ്ധക്കെടുതികൾ നേരിടുന്ന ഒരു സമയത്ത് തന്നെ ഈ രാജ്യം എങ്ങനെയാണ് ഇത്ര വലിയ ഒരു കണ്ടെത്തൽ നടത്തിയത് എന്ന് സ്വാഭാവികമായും സംശയമുണ്ട്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഇവരുടെ യുദ്ധം നടക്കുന്നത് പടിഞ്ഞാറൻ അതിർത്തി മേഖലയിലാണ്. ഈ ഖനി കണ്ടെത്തിയേക്കുന്നത് അഫ്ഗാൻ അതിർത്തി, അതായത് ഇറാൻ്റെ കിഴക്കൻ മേഖലയിലാണ്. അപ്പോൾ ഈ ഭാഗത്ത് കാര്യമായ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന മേഖലയുമായിട്ട് വലിയ അന്തരം ഇവിടെ ഉണ്ട്. മാത്രവുമല്ല ഈ പ്രദേശം അങ്ങനെ ഒരു ജനവാസ കേന്ദ്രമൊന്നുമല്ല. വരണ്ടുണങ്ങി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് കുന്നുകളും മലകളും ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു യുദ്ധസാധ്യത ഇല്ല. കാര്യം വലിയ വലിയ നിർമ്മിതികളുള്ള സ്ഥലമാണല്ലോ ആക്രമിക്കപ്പെടും. അപ്പോൾ അവിടെ അങ്ങനെ യാതൊരു സംഗതിയും ഇല്ല. അപ്പോൾ ഇനി കണ്ടെത്തിയിരിക്കുന്നത് ഒരു വമ്പൻ നിക്ഷേപമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ അളവ് ഏകദേശം 61 ദശലക്ഷം മെട്രിക് ടൺ സ്വർണ്ണ അയിരാണ് കണ്ടെത്തിയേക്കുന്നത്. അയിര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനി പ്രോസസ്സ് ചെയ്ത് അതിലെ നെല്ലും പതിരും ഒക്കെ വേർതിരിച്ച് യഥാർത്ഥ സ്വർണം കണ്ടെത്തണം. അപ്പോൾ അതിൻ്റെ ഒരു അസംസ്കൃത വസ്തു, അതിനെയാണ് സ്വർണ്ണ അയിര് എന്ന് പറയുക. അങ്ങനെ ഏതാണ്ട് 61 ദശലക്ഷം മെട്രിക് ടൺ ഉണ്ടാകും എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അതിൽ ഏകദേശം 7.95 ദശലക്ഷം ടൺ ഉള്ളത് ഓക്സൈഡ് സ്വർണ്ണ അയിരാണ്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കുക. ഇത് ഖനനം ചെയ്യാനും വേർതിരിച്ചെടുക്കാനും വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ്. ഇനി മറ്റൊരു സംഗതി ഉള്ളത്, ഓക്സൈഡ് സ്വർണ്ണ അയിര് 7.95 ദശലക്ഷം ടൺ ആണെങ്കിൽ സൾഫൈഡ് സ്വർണ്ണ അയിര് ഏകദേശം 53.1 ദശലക്ഷം ടണ്ണാണ്. അപ്പോൾ ഇതിന് വേർതിരിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല പണച്ചെലവുണ്ട്, സാങ്കേതിക വിദ്യയുടെ ആവശ്യമുണ്ട്, വലിയ രീതിയിലുള്ള യന്ത്ര സാമഗ്രികളൊക്കെ വേണം. അപ്പോൾ നിലവിൽ ഇറാനെക്കുറിച്ച് നമ്മൾ പൊതുവെ കരുതി വെച്ചിരിക്കുന്നത് ഇറാൻ ഒരു എണ്ണ ഉൽപ്പാദക രാജ്യമാണ്. അവിടെ സ്വർണ്ണ ഖനികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ഇറാനിൽ 20ഓളം സ്വർണ്ണ ഖനികൾ ഉണ്ട്. അവിടെ പ്രതിവർഷം ഏതാണ്ട് 12 മെട്രിക് ടൺ സ്വർണ്ണമാണ് ഇറാൻ ഇതുവരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ഒരു ഖനി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ 12 എന്നുള്ളത് 25 മെട്രിക് ടണ്ണിലേക്ക് ഉയർത്താനായിട്ടാണ് അവരുടെ ഒരു പദ്ധതി ഇട്ടേക്കുന്നത്. നിലവിൽ ഈ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇറാൻ ഇപ്പോൾ 50ാമത് സ്ഥാനത്താണ്. അപ്പോൾ ഈ പുതിയ ഒരു ഖനി അത് പ്രവർത്തന സജ്ജമാവുകയാണെങ്കിൽ ഇവരുടെ സ്ഥാനം, ഇറാൻ്റെ സ്ഥാനം 30ഓ 32ഓ ആയിട്ട് ഉയരാനായിട്ടുള്ള സാധ്യത. അപ്പോൾ അത്ര വലിയൊരു മുന്നേറ്റമാണ് ഇറാൻ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയാം. അപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇറാന് ഒരു 20ഓളം സ്വർണ്ണ ഖനികളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലുത് സർഷൂറാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ ഒരു സ്വർണ്ണ നിക്ഷേപമാണ് ഷദാൻ എന്ന് പറയുന്ന ഈ പുതിയ സ്ഥലത്ത് കിട്ടിയത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കണ്ടെത്തിയതല്ല. ഈ ഉപരോധം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇറാൻ നേരിടുന്ന സമയത്ത് ഇറാൻ ഒരു നിർണായക തീരുമാനമെടുത്തു. കാര്യം അവരുടെ കറൻസിക്ക് വലിയ മൂല്യത്തകർച്ച ഉണ്ടാകുന്നു. അവർക്ക് ഡോളറിൽ ഇടപാട് നടത്താൻ സാധിക്കുന്നില്ല.
അപ്പോൾ ഈ സാഹചര്യത്തിൽ രാജ്യത്തെ സാമ്പത്തികമായി ഒന്ന് അഭിവൃദ്ധിപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിലവിലെ വെല്ലുവിളി ഒന്ന് സധൈര്യം നേരിടണമെങ്കിൽ, ഈ സ്വർണം പോലെയുള്ള പ്രകൃതി നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ധാതു സമ്പത്തുകൾ പരമാവധി കണ്ടെത്തുക. അതുപയോഗിച്ച് ഇപ്പോൾ എണ്ണ മാത്രമല്ല, മറ്റ് സംഗതികളും അവർക്ക് വ്യാപാരം നടത്തി പിടിച്ചു നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 10 വർഷം മുൻപ് ഈ പറയുന്ന ഷദാൻ മേഖലയിൽ ഖനന പ്രവർത്തനമൊക്കെ തുടങ്ങിയത്. അപ്പോൾ അവിടെ ചെറിയ തരത്തിൽ സ്വർണ്ണ സാന്നിധ്യമുണ്ട് എന്ന് നേരത്തെ തന്നെ അവർക്ക് സൂചനയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഖനന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ 10 വർഷം മുമ്പ് തുടങ്ങി. അപ്പോൾ അവിടെ സ്വർണ്ണ സാന്നിധ്യം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ കമ്പനികളെ അവിടെ അവിടെ പരിപാടികൾ നടത്താൻ, അല്ലെങ്കിൽ ഖനന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ അവർ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന ഈ സ്വകാര്യ കമ്പനികൾ എന്ന് പറയുമ്പോൾ നമ്മൾ 2 രാജ്യങ്ങളെ പ്രത്യേകം ഓർക്കുക. ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഡോളർ വിലക്കുണ്ട്, അല്ലെങ്കിൽ ഉപരോധം നേരിടുന്നത് കൊണ്ട് അവർക്ക് ഡോളർ ലഭ്യതയില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് യന്ത്രസാമഗ്രികൾ ഇറക്കുമതി ചെയ്ത് ഇതേപോലെയുള്ള ഖനനം നടത്താൻ അവർക്ക് തൽക്കാലം സാധിക്കില്ല. അവിടെയാണ് 2 രാജ്യങ്ങൾ കടന്നു വരുന്നത്. ഒന്ന് ചൈന, മറ്റൊന്ന് റഷ്യ. ഈ പറയുന്ന ഖനന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സകലമാന യന്ത്രസാമഗ്രികളും സംഭാവന ചെയ്യുന്നത് ചൈനയാണ്. അതുമാത്രമല്ല, ഈ ഖനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ധാതുക്കൾ അല്ലെങ്കിൽ സ്വർണ്ണമടക്കമുള്ള സംഗതികളുടെ വലിയൊരു വാങ്ങൽകാരനും അല്ലെങ്കിൽ ഒരു ഇടപാടുകാരനും ചൈനയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, റഷ്യയും ഇതിൽ പങ്കാളിയാണ്. അപ്പോൾ ഈ പറയുന്ന ഖനന പദ്ധതികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സ്വർണം അല്ലെങ്കിൽ മറ്റ് ധാതുക്കളൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുന്ന ഒരു കക്ഷി കൂടിയാണ് റഷ്യ എന്നതുകൂടി മനസ്സിലാക്കണം. ഇനി ഈ 2 രാജ്യങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ഇറാനും ചൈനയും തമ്മിൽ, അല്ലെങ്കിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള ഒരു ഇടപാടിനെ പഴയകാല ബാർട്ടർ സംവിധാനമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. കാരണം ചൈനയ്ക്ക് എണ്ണ ആവശ്യമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ എണ്ണയുണ്ട്, ചൈനയുടെ കയ്യിൽ യന്ത്രസാമഗ്രികളുണ്ട്. അപ്പോൾ ഈ ചൈന യന്ത്രസാമഗ്രികൾ കൊടുക്കുന്നു, പകരം എണ്ണ വാങ്ങുന്നു. ഇനി റഷ്യയുടെ കയ്യിൽ എണ്ണ ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് എണ്ണ കൊടുക്കാൻ പറ്റില്ല. പകരം ഇറാൻ ഇവിടെ നിന്ന് ഇത്തരം ഖനികളിൽ നിന്നോ മറ്റോ വേർതിരിച്ചെടുക്കുന്ന ധാതു സമ്പത്തുകൾ റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഈ ഉപരോധ ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കും ഇത്തരം കാര്യങ്ങളുടെ ലഭ്യത കുറവുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഈ രീതിയിലുള്ള ഇറാൻ്റെ കയ്യിൽ നിന്നുള്ള ഇത്തരം ധാതു സമ്പത്തുകളൊക്കെ വാങ്ങുന്നു. പകരം ഇറാൻ ആവശ്യമുള്ള ആയുധങ്ങളും മറ്റും റഷ്യ യഥേഷ്ടം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ രീതിയിൽ വലിയ രീതിയിൽ സാമ്പത്തിക ഉപരോധം അടക്കം നേരിടുന്നത് കൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഇറാന് വലിയ രീതിയിലുള്ള അവരുടെ പണപ്പെരുപ്പത്തോതും അവരുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ തകിടം മറിയുന്നൊരവസ്ഥയിൽ അവിടെ ഇനി ഈ സ്വർണം കണ്ടെത്തുന്നത് കൊണ്ടുള്ള അവരുടെ ഏറ്റവും വലിയ ഗുണം അവരുടെ കറൻസിയുടെ മൂല്യം വലിയ രീതിയിൽ ഉയർത്താൻ സാധിക്കും. കാരണം നമ്മൾ ഈ എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് ആ കാര്യം വ്യക്തമാണ്. ഏതൊരു രാജ്യവും അവരുടെ കറൻസിയുടെ മൂല്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആ കറൻസിയുടെ മൂല്യത്തിന് തുല്യമായ ഗ്യാരണ്ടി, അതൊന്നെങ്കിൽ സ്വർണ്ണമാകാം അല്ലെങ്കിൽ വിദേശ കറൻസി ആകാം, ഇതൊന്നുമില്ലെങ്കിൽ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സ്വർണ്ണ നിക്ഷേപം ഇറാൻ്റെ കൈവശം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് അവരുടെ കറൻസിക്ക് ബദലായിട്ട് കരുതൽ ശേഖരമായിട്ട് സ്വർണത്തെ വെക്കാം. ആ രീതിയിൽ അവരുടെ കറൻസിയുടെ മൂല്യം ഉയർത്താൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം, അമേരിക്കൻ ഡോളറിന് ഇത്ര മൂല്യം ഉണ്ടാകാൻ കാരണം ഒരു കാലത്ത് അമേരിക്കൻ ഡോളറിന് തുല്യമായ സ്വർണം അമേരിക്ക സൂക്ഷിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് വലിയ രീതിയിൽ ഇറാന് വലിയൊരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ കാര്യത്തിൽ ഇറാൻ്റെ സെൻട്രൽ ബാങ്കിനും വലിയ റോളുണ്ട്. കാരണം അവർ ഈ സ്വർണ്ണ ഖനനം അടക്കമുള്ള പല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനസഹായം അടക്കമുള്ള അല്ലെങ്കിൽ വായ്പകളടക്കം യഥേഷ്ടം നൽകിയാണ് റിസർവ് ബാങ്ക്, അവിടുത്തെ കേന്ദ്ര ബാങ്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ പ്രവർത്തനങ്ങളൊക്കെ നൽകിയത്. ഇനി ഇറാനെ സംബന്ധിച്ച് ഇതൊരു ജാക്ക്പോട്ടായി മാറുന്നത് സ്വർണ്ണ നിക്ഷേപം കിട്ടിയതുകൊണ്ട് മാത്രമല്ല, സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ മറ്റു പല സംഗതികൾ കൂടി കിട്ടും. ഇപ്പോൾ അവിടെ സ്വർണ്ണ അയിര് ഖനനം ചെയ്തെടുക്കുമ്പോൾ ഏതാണ്ട് അതിന് തുല്യമായ, വീണ്ടെടുക്കുന്ന സ്വർണത്തിന് തുല്യമായ അളവിൽ തന്നെ വെള്ളിയും കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു. കാരണം സ്വർണ്ണ അയിരുകളിലും വെള്ളിയുടെ സാന്നിധ്യം ഉണ്ടാകും. അതിനെ ഇലക്ട്രം എന്ന പേരിലാണ് ശാസ്ത്രീയമായിട്ട് വിളിക്കുക എന്നുള്ളത് കൂടി മനസ്സിലാക്കിയെടുക്കണം. പിന്നെ ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിലൂടെ തന്നെയായിരിക്കും വെള്ളിയും വേർതിരിച്ചെടുക്കുക. പിന്നെ മറ്റൊരു സാധ്യത, വൻതോതിൽ ചെമ്പ് ഇവിടെ നിന്ന് ഈ ഇത്തരം ഖനികളിൽ നിന്ന് കിട്ടും. ഒരു പക്ഷേ ഈ ഖനനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവിൽ വലിയൊരളവ്
ഇത്തരം ചെമ്പ് വിൽപ്പനയിലൂടെ അതാത് കമ്പനികൾക്ക് ലഭിക്കും എന്നുള്ള വിവരം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി വലിയ അമൂല്യമായ ചില ധാതുക്കളും ഈ ഖനനത്തിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്ന് പ്ലാറ്റിനമാണ്, മറ്റൊന്ന് പലാഡിയമാണ്. ഈ രണ്ട് ലോഹ സംഗതികൾക്കും വിപണിയിൽ ഉണ്ടാകുന്ന വില നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ചില സംഗതികളും കൂടി ഈ ഖനിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്ന് സിങ്കാണ്, മറ്റൊന്ന് ലെഡാണ്, ഇരുമ്പ്, സൾഫർ, ഗന്ധകം. ഇപ്പം ഈ സൾഫറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ സൾഫ്യൂരിക് ആസിഡ് അടക്കമുള്ള സംഗതികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇറാൻ്റെ ഈ ഒരു ഖനി കണ്ടെത്തിയത് പെട്ടെന്ന് കിട്ടിയ ഒരു സൗഭാഗ്യം എന്നതിനപ്പുറം ആ രാജ്യത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായിട്ട് കൂടി നമ്മൾ വിലയിരുത്തണം. കാരണം നമുക്കറിയാം 2018 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ പൂർവാധികം ശക്തിയോടെ ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ള ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധം ഇറാനുമേൽ ഉണ്ടായത്. അതിനു മുമ്പ് ഏതാണ്ട് 45 വർഷത്തോളം ഇറാനുമേൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏറിയും കുറഞ്ഞും ഉണ്ടായിരുന്നു. അത് പല പല കാരണങ്ങളായിട്ടായിരുന്നു. ഒന്ന്, ഏറ്റവും പ്രധാനമായ കാരണം ഇറാൻ ആണവ പദ്ധതികൾ രഹസ്യമായി നടപ്പിലാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഏതായാലും 2018 മുതൽ ഇങ്ങോട്ട് കൃത്യമായ, അല്ലെങ്കിൽ ആ ഉപരോധ ഭീഷണികൾക്ക് കൃത്യമായ ഒരു ഇളവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു രാജ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രീതിയിലുള്ളൊരു പ്രവർത്തനം, അതായത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനൊരു ബദൽ, എന്താണൊരു രക്ഷാമാർഗം എന്ന് തേടി അത് കണ്ടെത്തി എന്നുള്ളത് അനുകരണീയമായ മാതൃകയായിട്ട് വേണം വിലയിരുത്താൻ. ഏതായാലും പുതിയ ഒരു ഇത്തരത്തിൽ വലിയൊരു ജാക്ക്പോട്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നിധിശേഖരം ഇറാനിൽ കിട്ടിയത് പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണ്. കാരണം സാമ്പത്തികമായി ഇറാനെ ഞെരുക്കുക എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യം ഇനി അത്രമേൽ അത് നിറവേറപ്പെടാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ ഇറാനെ പഴയ പോലെ നിലക്ക് നിർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഇതിൻ്റെ പേരിൽ വലിയ താമസമില്ലാതെ ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ അമേരിക്ക നിർബന്ധിതമായേക്കാം എന്നതുകൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും.